ഹേയ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ കഥയുമായാണ് എത്തിയിട്ടുള്ളത്. കഥയുടെ പേര് സിംഹവും എലിയും. ഒരിടത്ത് ഒരു വലിയ കാട്ടിലെ രാജാവായ ഒരു സിംഹം താമസിച്ചിരുന്നു. സിംഹം ഒരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് ഒരു മരത്തണലിൽ സുഖമായി ഉറങ്ങുകയായിരുന്നു. അതേസമയം അവിടെ അടുത്തുള്ള മൺകൂട്ടിൽ നിന്ന് ഒരു കുഞ്ഞു എലി പുറത്തു വന്നു. എലിക്ക് വലിയ കുസൃതിയായിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തെ കണ്ട് എലിക്കൊരു കുസൃതി തോന്നി. ഇത്ര വലിയ രാജാവിന്റെ പുറത്തുകൂടിയൊന്ന് ഓടി നോക്കിയാലോ? എലി മെല്ലെ സിംഹത്തിന്റെ പുറത്ത് കയറി ഓടിക്കളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഗുർർ! സിംഹം ഞെട്ടിയുണർന്നു. ദേഷ്യം വന്ന സിംഹം ഒരൊറ്റ അടിക്ക് ആ കുഞ്ഞു എലിയെ പിടികൂടി. സിംഹത്തിന്റെ വലിയ കൈക്കുള്ളിൽ പേടിച്ചരണ്ട എലി വിറച്ചുപോയി. സിംഹം ഗർജിച്ചു, "ആരാണ് നീ? നീ എന്റെ ഉറക്കം കെടുത്തിയല്ലേ? നിന്നെ ഞാൻ ഇപ്പോൾ തിന്നും." കുഞ്ഞി എലി കണ്ണീരോടെ കരഞ്ഞു പറഞ്ഞു, "ഓ രാജാവേ, എന്നെ വെറുതെ വിടണേ. എന്നെ പോലെയുള്ള ഒരു കുഞ്ഞു ജീവിയെ തിന്നിട്ട് താങ്കൾക്കൊരു പ്രയോജനവും ഉണ്ടാകില്ല. എപ്പോഴെങ്കിലും താങ്കൾക്കൊരു സഹായം വേണ്ടി വന്നാൽ ഞാൻ തീർച്ചയായും തിരിച്ചു സഹായിക്കാം." ഇത് കേട്ട് സിംഹം പൊട്ടിച്ചിരിച്ചുപോയി. "നീ ഒരു കുഞ്ഞി എലിയോ? നീ എന്നെ സഹായിക്കുമെന്നോ? കാട്ടിലെ രാജാവായ എനിക്ക് നിന്റെ സഹായം എന്തിന്? നീ വെറും ഒരു തമാശക്കാരനാണ്." എങ്കിലും സിംഹത്തിന് എലിയോട് ദയ തോന്നി. താൻ വലിയവനാണല്ലോ, ഈ കുഞ്ഞു ജീവിയെ വെറുതെ വിടാം എന്ന് വിചാരിച്ച് സിംഹം എലിയെ തുറന്നുവിട്ടു. "പോയിക്കോ, ഇനി എന്റെ അടുത്ത് വന്നാൽ നിന്റെ കഥ കഴിയും," സിംഹം പറഞ്ഞു. സന്തോഷത്തോടെ എലി ഓടി മറഞ്ഞു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം സിംഹം കാട്ടിലൂടെ നടക്കുമ്പോൾ വേട്ടക്കാരൊരുക്കിയ ഒരു വലിയ വലയിൽ ചെന്ന് കുടുങ്ങി. സിംഹത്തിന് എത്ര ശ്രമിച്ചിട്ടും ആ വലയിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞില്ല. "രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ!" സിംഹത്തിന്റെ കരച്ചിൽ കേട്ട് കാട്ടിലെ മൃഗങ്ങളെല്ലാം പേടിച്ചോടി ഒളിച്ചു. അപ്പോഴാണ് ആ കരച്ചിൽ കുഞ്ഞു എലി കേട്ടത്. എലിക്ക് സിംഹത്തെ മനസ്സിലായി. പേടിച്ചു പോകാതെ എലി ധൈര്യത്തോടെ വലയുടെ അടുത്തേക്ക് ചെന്നു. എലി സിംഹത്തോട് പറഞ്ഞു, "രാജാവേ, പേടിക്കണ്ട, ഞാൻ സഹായിക്കാം." സിംഹത്തിന് നാണമായി. താനൊരു തമാശക്കാരനാണെന്ന് പറഞ്ഞ് കളിയാക്കിയ ആ എലിയാണിപ്പോൾ സഹായത്തിനെത്തിയിരിക്കുന്നത്. എലി ഉടൻ തന്നെ തന്റെ മൂർച്ചയുള്ള പല്ലുകൾ ഉപയോഗിച്ച് വലയുടെ കയറുകൾ ഓരോന്നായി കടിക്കാൻ തുടങ്ങി. കടിച്ചു അവസാനം വലയിലെ കയറുകൾ മുഴുവൻ എലി മുറിച്ചു മാറ്റി. സിംഹം വലയിൽ നിന്ന് പുറത്തു വന്നു. തന്റെ ജീവൻ രക്ഷിച്ച ആ കുഞ്ഞി എലിയെ സിംഹം സ്നേഹത്തോടെ നോക്കി. "എലിയേ, നീ എനിക്ക് ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നീ വലിയവനാണ്. അന്നത്തെ എന്റെ അഹങ്കാരം നീ ക്ഷമിക്കണം," സിംഹം പറഞ്ഞു. അന്നു മുതൽ സിംഹവും എലിയും കാട്ടിലെ നല്ല കൂട്ടുകാരായി ജീവിച്ചു. കൂട്ടുകാരെ, ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഒരാളെയും അവരുടെ രൂപം കണ്ടോ വലുപ്പം കണ്ടോ ചെറുതായി കാണരുത്. ഒരു കുഞ്ഞു സുഹൃത്തു പോലും ഒരു വലിയ ആവശ്യത്തിന് സഹായമായി വന്നേക്കാം. നമ്മൾ എപ്പോഴും മറ്റുള്ളവരോട് ദയ കാണിക്കണം. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഗുഡ് എന്നിടണേ. കൂട്ടുകാർക്കും അയച്ചു കൊടുക്കണേ. ബൈ.